എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നൽകിയ ആനുകൂല്യം എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കണമെന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം സുപ്രീം കോടതിയെ അറിയിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. മറ്റൊന്ന്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഭിന്നശേഷി വിഷയത്തിൽ നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക് പോയാൽ സർക്കാർ അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതാണ്. ഇന്നത്തെ തീരുമാനം അനുസരിച്ച് സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പോയി പറയുകയാണോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്? അതെ, അതായത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ അനുമതിയോടെ നടപ്പാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. അല്ല, ഇത് എല്ലാ വിഭാഗം ആളുകളും ഇക്കാര്യത്തിൽ പരാതിയുള്ളവരാണ്. നേരത്തെ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിരവധി പെറ്റീഷനുകൾ, സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പെറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിരവധി പെറ്റീഷനുകൾ പോകുന്നുണ്ടായിരുന്നു. അത് നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുണ്ട്, മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഇവരെല്ലാം സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കുമല്ലോ. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഏകപക്ഷീയമായൊരു നടപടി എടുക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഇത് എല്ലാവരുടെയും ഒരാവശ്യമാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്.